ഹലോ ഗൈസ്, അപ്പൊ എന്റെ നേരത്തെ ഗസ്റ്റിന്റെ വീഡിയോയിൽ നിങ്ങൾ ഓൾറെഡി ആരൊക്കെയാണ് എന്തൊക്കെയാന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചൊരു വ്ലോഗ് എടുക്കാന്ന്. അപ്പൊ ഹിയർ ആരത്? ഹായ് അനു. അനു ഇപ്പൊ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, നല്ല വിശക്കുണ്ട്. അതുപോലെ തന്നെ വളരെ എന്താ പറയാ, ഭയങ്കര സന്തോഷം. അതിന്റെ ഒപ്പം തന്നെ ചെറിയ കണ്ണീരോട് കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നു നമ്മുടെ സ്വന്തം വിജിച്ചേട്ടൻ. കണ്ണീര് എന്നെ കാറിൽ കയറിയപ്പോ തൊട്ട് ഊക്കിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് ആ കണ്ണീര് ഗൈസ്. പക്ഷെ അടിപൊളിയാണ്, വൈബാണ്, സെറ്റാണ്, ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മളിപ്പോ ഒരു കോളേജിലേക്ക് വൈബ് ഓക്കെ ട്രോള് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ കൂടുതൽ എന്നെ ട്രോളാൻ ഞാൻ അനുവദിക്കുന്നതല്ല. നമ്മൾ നേരെ കോളേജിലേക്ക് പോകുന്നു. അതിന്റെ മുന്നേ ഒന്ന് ഭക്ഷണം കഴിക്കണം, എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അല്ലേ അനു? ഹലോ ഗൈസ്, ഉണ്ടിട്ടൂടെ വെരി ബെച്ച്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സ്വന്തം ABBS ക്യാമ്പസ്. ഇതിനകത്ത് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. ഓട്ടോണോമസ് കോളേജാണ്, അതും നമ്മുടെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണിത്. NCTയുടെ അംഗീകാരം എല്ലാ അക്രഡേഷനും കൂടിയിട്ടുള്ളൊരു ക്യാമ്പസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം. ഞാൻ ജെന്യൂനായിട്ട് ഇവിടെ വരണം, എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് വേണം ഇതിൻ്റെ കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പസിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. മെയിൻ എൻട്രൻസ് ഗേറ്റ് ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള എന്താ പറയുക, ഒരു ഓപ്പൺ ഒരു ചെറിയൊരു ഗ്രൗണ്ട് പോലത്തേക്കുള്ളൊരു ചെറിയൊരു ഏരിയയാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് ആട്ടോ അങ്ങോട്ട്. അവിടെ ഫുള്ള് കളർഫുള്ളാണ് സംഭവങ്ങൾ. യെസ്. അപ്പോൾ കുട്ടികളൊക്കെ എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. പിള്ളേർ വന്നിട്ടുണ്ട്. പേരെന്താ? ജാസ്മിൻ. ഓക്കെ, എങ്ങനെയുണ്ട് കോളേജ് ക്യാമ്പസ് ഒക്കെ എങ്ങനെയുണ്ട്? ഏതാണ് പഠിക്കുന്നത്? BBA LLB. ഓക്കെ. പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ടീച്ചേഴ്സ് ഫാക്കൽറ്റി അടിപൊളിയാണ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ എങ്ങനെയാണ്? ലൈക്ക് നിങ്ങൾ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണോ കാര്യങ്ങൾ? ഹലോ, I'm good. ഓക്കെ. അപ്പം എന്തായാലും അടിച്ചു പൊളിക്ക്. ക്യാമ്പസ് ലൈഫേ ഉണ്ടാവുള്ളൂ നമുക്ക് എപ്പോഴും മെമ്മറി ആയിട്ട്. പഠിച്ചു 1 ഇയറും കൂടെ ഉള്ളൂ. മലയാളി പിള്ളേർ സാർ. ഹലോ ഗൈസ്, ഹൈ. ഓടുക ക്യാമറ കണ്ടപ്പോഴേക്ക് ഓടുക എന്നൊക്കെ. നിങ്ങളൊക്കെ എവിടെന്നാ? കോഴിക്കോടാ. ഓക്കെ. എന്തായാലും ഈ ഓണല്ലേ, ക്യാമ്പസ് ഭയങ്കര വൈഡാട്ടോ. ഇതിൽ പല ബ്ലോക്കായിട്ടാണ്. ആര്യഭട്ട, ചാണക്യ, അങ്ങനെ പല ബ്ലോക്കായിട്ടാണ് ക്യാമ്പസ് നടത്തുന്നത്. ഓരോ ബ്ലോക്കിലും ഓരോ കോഴ്സുകളാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു വൺ ഓഫ് ദി കോർഡിനേറ്ററാണ് ബ്രോ. അതായത് ഇപ്പോൾ ഞാൻ നോക്കുമ്പോഴേ പല യൂണിഫോംസ് കാണുന്നുണ്ട്, പല ബ്ലോക്കുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് സ്കൂളിനകത്ത് തന്നെ ശരിയാണ് പല മേഖലയിലുള്ള, ലൈക്ക് ഇപ്പോൾ BBA ആണെങ്കിലും MBA ആണെങ്കിലും, അതുപോലെ തന്നെ വേറെ ഏതൊക്കെയായിരുന്നു ഇവിടെ? LLB MCA ഉണ്ട്. അപ്പോൾ എല്ലാം എനിക്ക് തോന്നുന്നത് ഇതെല്ലാം നമ്മുടെ സാധാരണ കോളേജുകളാണെങ്കിൽ ഒരു കോളേജിൽ ഈ ഒരു കോഴ്സ് മാത്രം എന്നുള്ളതാണ്. ഓക്കെ. ഇവിടെ ഡിഗ്രി ആയിട്ട് BCom, BBA, BCA, BSc, BA ഇത്രയും പ്രോഗ്രാംസ് ഇതിലൊക്കെ ആഡ് ഓണും വരുന്നുണ്ട്. സാധാരണ ആർട്സ് കോളേജ് അല്ലെങ്കിൽ സയൻസ് കോളേജ് അങ്ങനെ വരുന്നത്. ഇതില് ഫുൾ മിക്സ്ഡ് അപ്പ് ആയിട്ട് ഇതിന്റെ ഗുണം എന്താണെന്നറിയോ? കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മേഖലയിലും ഫ്രണ്ട്സ് ഉണ്ടാവും.
അത് ആക്ച്വലി വലിയൊരു ഗുണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യ എല്ലാ ക്രൗഡും എല്ലാ ആ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസും സൗത്ത് ഇന്ത്യൻസും എല്ലാ സ്റ്റുഡൻസും ഇവിടെ പഠിക്കുന്നുണ്ട്. അത് മാത്രമല്ല പിന്നെ അവർ വലുതായി കഴിഞ്ഞ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സ് തന്നെ എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഇവിടുത്തെ വേറെ ഫെസിലിറ്റീസ്, ഇവിടെ ജിമ്മും അതുപോലെ തന്നെ ആംഫി തിയേറ്റേഴ്സ് ഉണ്ട്. ഓ ഇൻഡോർ സ്പോർട്സ് ഏതൊക്കെയാ വരുന്നത്? ഫുട്ബോൾ കോർട്ട് ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, അതിൽ ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ഗൈസ് എല്ലാം ഉണ്ട്. അപ്പൊ സ്പോർട്സും അതുപോലെ തന്നെ കൾച്ചറൽ ഇവന്റ്സും കാര്യങ്ങളെല്ലാം ഔട്ട്ഡോർ ആണ്. കൾച്ചറൽ ഇവന്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ടൈപ്പ് കൾച്ചറൽ പ്രോഗ്രാംസും ഉണ്ട്. അതേപോലെ ഇവിടെ റിഗാലിയ എന്നുള്ള പ്രോഗ്രാം ഈ കോളേജിന്റെ മെയിൻ പ്രോഗ്രാം. ഓക്കെ, അല്ല ഓണം വിഷു എല്ലാ പ്രോഗ്രാംസും. അപ്പൊ എന്തുകൊണ്ടും എന്താ പറയാ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് തന്നെയാണ് അല്ലെ? എല്ലാ മേഖലയും അഫോർഡബിൾ ആണ്. അപ്പൊ താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. അബ്ദുൽ കലാം ഹാൾ. അപ്പോൾ ഇനി പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് നേരം ഇനി നിന്ന് ക്ലാസ് റൂംസൊക്കെ ഒന്ന് കാണാം. അതുപോലെ തന്നെ ഗ്രൗണ്ടും ജിമ്മും തിയേറ്റേഴ്സും അതും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം. നമ്മളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേട്ടാ പാടാ പാടില്ലേ പാടാ. ഇറങ്ങിയതിന് ശേഷം യെസ് ഓക്കെ. എന്താ പേര്? കാണാം. നമ്മളെ ക്ലാസ് റൂംസിലേക്ക് പോകണം. കുറച്ച് പിള്ളേരിരിക്കുന്ന കുറച്ച് സ്പോട്ടുകൾ അനുസരിച്ച് എക്സാംസ് കഴിഞ്ഞ് എന്താ പറയുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ. അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അല്ല, ഫുഡ് അടിയാണ് ഗൈസ്. ഓക്കെ, അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആട്ടോ. ക്ലാസ് റൂംസൊക്കെ ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ നല്ല ഫെസിലിറ്റീസൊക്കെ ഉള്ള ക്ലാസ് റൂം തന്നെയാണ്. ഓടി നടക്കാം, നന്നായിട്ട് ഓടി നടക്കാം, ഇരിക്കുകയും ചെയ്യാം. ഓടി നടന്ന് തളർന്ന് കഴിയുമ്പോൾ ഇരിക്കും ചുമ്മാ. ലിഫ്റ്റ് ഉണ്ട്, പക്ഷേ ലിഫ്റ്റ് സ്റ്റാഫിനും ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും മാത്രം. അത്യാവശ്യം പ്രീമിയം ലെവൽ ക്ലാസ് റൂം തന്നെയാണ് കേട്ടോ. എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈറ്റ് ബോർഡും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബയോ കെമിസ്ട്രി ലാബ്. അപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇവിടെ ഒന്നും വന്നിട്ടൊന്നുമില്ല. ഒന്ന് കയറി നോക്കിയേക്കാം. അനാറ്റമി ഓഫ് കിഡ്നി എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ എല്ലാം ദിവസം പഠിക്കില്ലേ, നല്ല ലാബാണ്. ഒരുപാട് ഗ്രിഗോർ മെൻ്റൽ ലാബ് ആക്ച്വലി ജനറ്റിക്സ് ലാബാണ്. ഇത് ഏതിൽ പെടും എന്നുള്ളത് ലൈക്ക് ഏതിൻ്റെ അണ്ടറിൽ വരും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇതുപോലെ ഒരുപാട് ഓരോ ലാബിനും ഓരോ പേരിട്ടേക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ബയോ കെമിസ്ട്രി ലാബിൽ പോയതിന് വേറൊരു പേര് അവരിട്ടേക്കുന്നത്. അതുപോലെ തന്നെ കുറേ ലാബൊക്കെ ഉണ്ട്. അവിടെ ഉണ്ട് ലാബുകളുടെ ഫുൾ ലാബുകളുടെ മുകളിലേക്ക്. കമ്പ്യൂട്ടർ ലാബ് ഗൈസ്, കമ്പ്യൂട്ടർ ലാബ് 2. ഇവിടെ ക്ലാസ് നടക്കുകയാണ്, അവിടെ ക്ലാസ് നടക്കുകയാണ്. ആൻഡ് യെസ് ഗൈസ്, അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടർ ലാബ് കേട്ടോ. അത്യാവശ്യം നല്ല എന്താ പറയുക പ്രീമിയം ലെവലൊരു കമ്പ്യൂട്ടർ ലാബ് തന്നെയാണ്. ആഹാ അടിപൊളി. നെറ്റ് എക്സാം എഴുതാൻ പോയതൊക്കെ ഓർമ്മ വരിക ഈ കമ്പ്യൂട്ടർ ലാബ് കാണുമ്പോൾ. പേടിയാണ്, അത് തന്നെ നെറ്റ് എക്സാമിൻ്റെ സമയമായി. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ കമ്പ്യൂട്ടർ ലാബ്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. ഒരുപാട് പല സംഭവങ്ങളും പല സ്ഥലത്താണ്. ഇപ്പോൾ ലാബ് ഇനിയിപ്പോൾ നമ്മൾ ലൈബ്രറിക്ക് പോവാം. സ്റ്റെപ്പ് കയറി കുറച്ചും നമ്മൾ ഒന്ന് ശരിക്കും കേട്ടോ. പക്ഷേ അത്യാവശ്യം വലിയൊരു ലൈബ്രറി തന്നെയാണ്. ലൈബ്രറിയിലേക്കുള്ളൊരു എൻട്രിയാണിത്. നല്ല ലൈബ്രറി.
അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കൊന്ന് പോസ്റ്റ് ചെയ്യാം. ഇതാണ് അപ്പോൾ നമ്മുടെ ലൈബ്രറി. ഓപ്പൺ ആക്സസ് ആണ്, വൈഫൈയും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. യെസ്, so this is our library. ഇത് ഫുള്ള് ലോ ബുക്സ് ആണ്. അല്ല, ലോ അല്ല കേട്ടോ. ആംപി തിയേറ്റർ, ഓപ്പൺ ഓഡിറ്റോറിയം ആണ്. യെസ്, ഓക്കെ. ആ ഗൈസ്, എൻ്റെ ഇന്നത്തെ ഹാപ്പി മൊമെൻ്റ് എന്താണെന്ന് അറിയാം? സോറി, ഇതല്ല കേട്ടോ. ഏഷ്യയിലെ നമ്പർ 1 യൂട്യൂബേഴ്സിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. അതെനിക്ക് ഐ എം വെരി പ്രൗഡ് ഗൈസ്. അങ്ങനൊരു അവസരം എല്ലാവർക്കും കിട്ടിയെന്നല്ല. അപ്പോൾ മോൾസെ, മോളെ താങ്ക് യു. ബിചേട്ടാ, ഭീകരജീവിയൊന്നുമല്ല, പക്ഷേ സത്യം പറയല്ല, സിംപ്ലിസിറ്റി എന്ന് പറയുന്ന മനുഷ്യൻ്റെ പോയ മനുഷ്യനാണ്. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യൻ, അതും ഇത്രയും ഫോളോവേഴ്സും എന്താ പറയുക, ഇത്ര കോടിക്കണക്കിനാണ് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് അല്ല, പക്ഷെ അതിൻ്റെ ഒരു മുത്താണ്, മുത്ത്. ഓക്കെ, അത്യാവശ്യം അവിടെയാണ് കഫറ്റേരിയ വരുന്നത്, ക്യാൻറ്റീനൊക്കെ. ഈ ക്യാമ്പസിൽ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഒരുപാട് പ്ലേസ്മെൻറ്റ്സ് ഈ ക്യാമ്പസിൽ നടക്കുന്നുണ്ട്. ഈ ക്യാമ്പസിൽ റിക്രൂട്ട് ചെയ്യുന്ന റിക്രൂട്ടേഴ്സാണ് ഇത്രയും ആൾക്കാർ. ലൈക്ക് ഇത്രയും ഗൈസ്, ഏത് കോളേജിലും കാണാത്ത ഒരു സംഭവമാട്ടോ ഇത്. അതായത് നമ്മുടെ ഈ മോക്ക് ഇൻ്റർവ്യൂസ് നടക്കുന്ന ഒരു ഹോളാണിത്. ഇവിടെ വെച്ചിട്ട് അവർക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്, അതായത് ഒരു എക്സാക്റ്റ് ഇൻ്റർവ്യൂ എങ്ങനെ നടക്കും എന്നുള്ളതിൻ്റെ ഒരു മോക്ക് ഇൻ്റർവ്യൂ പാനൽ, ലൈക്ക് ഒരു ഹോളാണിത്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന് കുറച്ച് ഫ്ലോ ചാർട്ട്സും കാര്യങ്ങളുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. യെസ്, ഇതാണ് ഈ പ്ലേസ്മെൻറ്റ് പ്രോസസ്സ് ചാർട്ട് വരുന്നത് കേട്ടോ. ആദ്യം എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് നമ്മുടെ കഫറ്റേരിയാണിത്. അതുപോലെ തന്നെ നമ്മുടെ ബാസ്കറ്റ് ബോൾ കോർട്ട് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ അവിടെ വരുന്നുണ്ട്. എല്ലാം ഫെൻസിട്ട് കവർ ചെയ്തൊക്കെ വെച്ചിട്ടാണ്. എല്ലാം അടിപൊളിയാണ് ഗൈസ്. ഇപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യം കേട്ടോ, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ക്യാമ്പസാണ്. പ്ലാസ്റ്റിക്കുകൾ പ്രോപ്പറായിട്ട് എവിടെയാണോ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അവിടെ തന്നെയാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എവിടെയും ഞാൻ വന്നിട്ട് ഇതുവരെ ഒരു പ്ലാസ്റ്റിക് പോലും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൽ എനിക്ക് അങ്ങനെ കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ബ്രോ സന്തോഷം. നീ എടുത്തോ ഗൈസ്. ഇതാണ് BMR ഓഡിറ്റോറിയം. പിന്നെ അമ്മോ, നല്ല പ്രീമിയം ലെവൽ ഓഡിറ്റോറിയം തന്നെ കേട്ടോ. ശ്രീ BM റെഡ്ഡി. പ്രീമിയം ലെവൽ കിടു. ഓ മൈ ഗോഡ്, നമ്മൾ ഈ കല്യാണ മണ്ഡപത്തിലേക്കൊക്കെ പോകില്ലേ, അതുപോലൊരു ഫീലിംഗ് ഉണ്ട്. കമോൺ കാണിച്ച ശരിക്കും. ഓ ദിസ് ഈസ് സോ നൈസ്. നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഈ ഓഡിറ്റോറിയം, കല്യാണങ്ങളൊക്കെ നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോകില്ലേ, അതേ ആംബിയൻസ് രക്ഷയില്ലട്ടോ. ദിസ് ഈസ് സോ നൈസ്. ഭയങ്കര വളരെ കുറച്ച് ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ട് പങ്കെടുപ്പിക്കാൻ പറ്റിയ ഒരുപാട് നാഷണൽ സെമിനാർസും നാഷണൽ വർക്ക്ഷോപ്സൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നല്ല പ്രീമിയം ലുക്ക്, അടിപൊളി. അപ്പോൾ നമ്മൾ ഫൈനൽ ഒരു എന്താ പറയുക വൈൻഡപ്പ് സെക്ഷനിലേക്ക് വരാം കേട്ടോ. ഇതേ
ബാഡ്മിൻ്റൺ കോർട്ടും നമ്മൾ നേരത്തെ ബാസ്കറ്റ് ബോൾ കോർട്ട് കണ്ടു, ഫുട്ബോൾ കോർട്ട് കണ്ടു, എല്ലാം കണ്ടു. കോർട്ടിൽ അങ്ങനെ ജസ്റ്റ് അങ്ങനെ കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വൈബുള്ളൊരു ക്യാമ്പസ് തന്നെയാണ്. പിന്നെന്താ പറയുന്നത്, അഡ്മിഷൻസ് ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ക്യാമ്പസാണ്. കാരണം എല്ലാ രീതിയിലും എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ക്യാമ്പസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും ഏതൊക്കെ കോഴ്സുകൾ അവൈലബിൾ ആണ് എന്നുള്ളതൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബിജു ചേട്ടനും അനു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് സമയമുള്ളെങ്കിലും അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അവരും എന്താ പറയുക ഇവിടുത്തെ കോളേജ് കണ്ടു, റീൽസും ഒന്ന് ബിജു ചേട്ടൻ്റെ അഭിപ്രായം കൂടി ഒന്ന് നമുക്ക് ബിജു ചേട്ടൻ എങ്ങനെയുണ്ട് ക്യാമ്പസ്? കോളേജാണ് ആ നമ്മൾ കണ്ടു നടന്നൊരു കാലിൽ ഉപ്പാടെ നടന്നു ബാംഗ്ലൂരിൽ നിന്ന് കറങ്ങാൻ വെച്ചിട്ടാണ് വിളിച്ചപ്പോൾ സമയം ഉണ്ടാവും തോന്നില്ല. കാരണം കുറെ ഇതുണ്ട് കേട്ടോ, അതായത് കുറെ ഓരോ ബിൽഡിംഗ് ഓഡിറ്റോറിയം രക്ഷ ഉണ്ടായിരുന്നില്ല അല്ലേ? അടിപൊളി ഓഡിറ്റോറിയം ആയിരുന്നു. അപ്പോൾ നിനക്ക് ഇഷ്ടമായോ കോളേജ്? ലൈബ്രറി സൂപ്പറാണ്. അപ്പോൾ അവർ പോകാനുള്ള തിരക്കിലൊക്കെയാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി, ബൈ.